മലപ്പുറം നിലമ്പൂരിൽ 2018 പ്രളയത്തെ തുടർന്ന് പുനരധിവസിപ്പിച്ച ആദിവാസി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വീർപ്പുമുട്ടുന്നു. ചാലിയാർ കണ്ണംകുണ്ട് ആദിവാസി നഗറിലാണ് 7 വർഷമായിട്ടും കുടിവെള്ളം കിട്ടാക്കനിയാകുന്നത്. കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ് ഈ കുടുംബങ്ങൾ. പ്രളയത്തിൽ മതിൽമൂല, വൈലാശ്ശേരി നഗറുകളിലെ 34 ആദിവാസി കുടുംബങ്ങളുടെ വീടുകളും സ്ഥലവുമാണ് പ്രളയമെടുത്തത്. തുടർന്നാണ് കണ്ണംകുണ്ടിൽ 25 ഏക്കർ സ്ഥലത്ത് ഈ കുടുംബങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ചത്. 1 മാസത്തിനുള്ളിൽ കുടിവെള്ളവും ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ വെള്ളമെത്തിയില്ല. ഇതോടെ 14 കുടുംബങ്ങൾ തകർന്ന വീടുകളിലേക്ക് തന്നെ മടങ്ങി. വെള്ളമില്ല, ഞങ്ങള് 6 കൊല്ലം വരെ ഇവിടെ വന്നിട്ട് വെള്ളമില്ല. വെള്ളം കിട്ടും പറഞ്ഞു. ഇപ്പൊ കിണറും ഇല്ല, വെള്ളവും ഇല്ല. ഞങ്ങൾ അപ്പുറത്തുനിന്നൊക്കെ കൊണ്ടല്ലാണ്. കുടിവെള്ളം ഇല്ലാതെ ഇപ്പൊ കറണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ കട്ടാക്കി പോയി അവര്. താമസമില്ലാതെ ഇതായിട്ട് ഒരു 6 വീട്ടുകാർ നമ്മളെ കിണറ്റിന്ന് വെള്ളം അതും പറ്റി തുടങ്ങിപ്പോ. സമീപവാസികളായ 2 കുടുംബങ്ങൾ ഉന്നതി നഗറിലെ കുടുംബങ്ങൾക്ക് വെള്ളം നൽകുന്നതിനാലാണ് ബാക്കിയുള്ളവർ ഇവിടെ തുടരുന്നത്. 200 മീറ്ററോളം തലയിൽ ചുമന്നാണ് ഇവർ വെള്ളം വീടുകളിൽ എത്തിക്കുന്നത്. നമ്മള് ഈ റിയാസാക്കാന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. വെള്ളം എല്ലാവരും ചുമന്ന് തന്നെ കൊണ്ടുവരുന്നത്. മാതൃക ഉന്നതി നഗറായി കണ്ണംകുണ്ടിനെ പ്രഖ്യാപിച്ചതാണ്. 50 സെന്റ് വീതം സ്ഥലവും 7 ലക്ഷം രൂപ ചിലവഴിച്ച് 34 വീടുകളും നിർമ്മിച്ചു നൽകി. പക്ഷേ വെള്ളം മാത്രം എത്തിയില്ല. മീഡിയ 1 മലപ്പുറം.